നമസ്കാരം. എഫോർട്ട് ഫ്ലൈയിങ് ബേർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളുടെ കേജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കേജ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബേർഡ്സിന് പണിത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ബേർഡ്സിനുള്ള പറ്റിയ കേജുകളുടെ എല്ലാ ഡീറ്റെയിൽസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാനൊരു കേജ് കാട്ടിത്തരാം. ആദ്യം തന്നെ ഈ കാണുന്ന കേജ് നമ്മളുടെ ഗ്രാപ്പ് പാരറ്റിൻ്റെ കേജാണ്. നമ്മളുടെ ബേർഡ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ കേജിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് നല്ല രീതിയിൽ ഫ്ലൈൻ ചെയ്ത് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കേജാണ് നമ്മളെപ്പോഴും പണിത് കൊടുക്കേണ്ടത്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് അവർക്കൊരു കൂട് പണിത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബ്രീഡിങ്ങോ ഒന്നും അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ബേർഡ്സിനെ വളർത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേജാണ്. അപ്പോൾ കേജിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട്. ഇപ്പോൾ ഗ്രാപ്പ് പാരറ്റ്, സൺകുണൂർ, മക്കാവു, അതുപോലെ തന്നെ പൈനാപ്പിൾ കൊണൂർസ്, അതായത് കൊണൂർ വിഭാഗങ്ങളെല്ലാത്തിൻ്റെയും കേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രാപ്പ് പാരറ്റിൻ്റെ ഭാഗത്തേക്കാണ്. നമ്മുടെ ഗ്രാപ്പ് പാരറ്റ് കുറേ കളക്ഷൻസ് നമുക്കിപ്പോൾ ഗ്രാപ്പ് പാരറ്റിൻ്റെ പെയർ നമുക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഇന്ന് നമ്മൾ വെച്ച് കൊടുത്തത് എഗ് ഫുഡായിരുന്നു. അപ്പം ഫ്രൂട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സും നമ്മൾ പപ്പക്കായും തണ്ണിമത്തനാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒപ്പം എഗ് ഫുഡും പിന്നെ സീഡ് മിക്സ് എന്തായാലും അവരുടെ കൂട്ടിനുള്ളിലുണ്ട്. പിന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കണവരെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ നമ്മുടെ ഗ്രാപ്പ് പാരറ്റിൻ്റെ കൂടുകളാണ് കേട്ടോ. ഗ്രാപ്പ് പാരറ്റിൻ്റെ കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ 5-3-3 എന്ന അനുപാതത്തിലാണ് നമ്മളുടെ ഗ്രാപ്പ് പാരറ്റിൻ്റെ കൂട് ഉണ്ടാക്കിയിട്ടുള്ളത്. അര അടിയുടെ മെഷാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഗ്രാപ്പ് പാരറ്റിൻ്റെ കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതിനിപ്പോൾ ഇങ്ങനൊരു ഇതുപോലെ ഒരു കുഞ്ഞൊരു ഡോറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആണി വെച്ചിട്ടാണ് നമ്മൾ അടിച്ചേക്കണത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആണി വെച്ചടിച്ചിട്ടുള്ളത്, ആണി വെച്ച് ലോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു വേറൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെ കണ്ട ഇവിടെ ഇങ്ങനെ. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വേറൊരു വലിയൊരു ഡോറും വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബേർഡ്സിനെ പിടിക്കേണ്ട ആ ഒരു സാഹചര്യത്തിൽ ആ ഡോറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേർഡ്സിനെ പിടിക്കുക കേട്ടോ, ഗ്രാപ്പ് പാരറ്റിനെ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു ഡോറും അതുപോലെ തന്നെ ഒരു വലിയ ഡോറാണ് നമ്മൾ ഗ്രാപ്പ് പാരറ്റിൻ്റെ കൂട്ടിൽ ഡോറുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫുഡ് ഉണ്ടല്ലോ, ഇതിവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തത് മോർണിംഗിലെ എഗ് ഫുഡായിരുന്നു ഈ കാണുന്നത്. പിന്നെ നമ്മൾ സീഡ് മിക്സ് എപ്പോഴും അവരുടെ കൂട്ടിലുണ്ടായിരിക്കും. വെള്ളം എല്ലാ ദിവസവും നമ്മൾ മാറ്റും. അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോറ്. അപ്പം അങ്ങനെ നമ്മുടെ ഗ്രാപ്പ് പാരറ്റിന് 3 തരത്തിലാണ് ഡോറ് ഈ കൂട്ടിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്താണ് അവൾക്കുള്ള ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ടുള്ളത്. 5 അടി നീളം, 3 അടി വീതി, 3 അടി ഉയരം എന്ന അനുപാതത്തിലാണ് നമ്മൾ ഗ്രാപ്പ് പാരറ്റിനെ കൂട് നിർമ്മിച്ചിട്ടുള്ളത്. 5 അടി നീളം എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടുന്ന് ആ അറ്റം വരെ, അതാണ് 5 അടി നീളം എന്ന് പറയുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബേർഡ്സിനെ പറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര നീളം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീതി ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ഇതിങ്ങനെ പോയിട്ട് ഇവിടെ വരെ ഉണ്ട്. അതാണ് വീതി എന്ന് പറയുന്നത്, ഗ്രാപ്പ് പാരറ്റിൻ്റെ കൂടിൻ്റെ വീതി. അതുപോലെ തന്നെ ഉയരം ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉയരം നമ്മൾ കൊടുത്തിട്ടുള്ളത് 3 അടിയാണ്. അപ്പോൾ 5-3-3 അനുപാതത്തിലാണ് നമ്മുടെ ഗ്രാപ്പ് പാരറ്റിന് നമ്മൾ കൂട് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കൂടിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 3 പാത്രങ്ങൾ ഞാൻ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെൽഡർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ഫുഡ് വെക്കാനുള്ള ഒരു കമ്പി വെച്ച് ഫുഡ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ
കണ്ട ഗ്രേ പാരറ്റിൽ ഇതിങ്ങനെ നടന്നൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള 2 മരക്കമ്പികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, കമ്പുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാറ്റാടിയുടെ മരമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ, കാറ്റാടിയുടെ കൊമ്പ്. അപ്പോൾ ഏറ്റവും നല്ല മരം അതാണ്. ബാക്കിയുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ കൊത്തി നശിപ്പിച്ച് പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കമ്പുകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പുറത്ത് ഇവർക്ക് കിടക്കാനുള്ള എളുപ്പത്തിനായിട്ട് നല്ല രീതിയിൽ വട്ടമൊക്കെ വെച്ച് അത് മുറിച്ച് ഒരു ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പുൾഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പറന്ന് കളിച്ച് നല്ല ഉല്ലസിച്ച് നടക്കാനുള്ള സ്പേസ് നമ്മളുടെ ഈ കൂടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതവർക്ക് ഈ എന്താ പറയുക ബോറടിയൊക്കെ മാറ്റാനായിട്ടുള്ള കുറച്ച് ഉപാധികളാണ് ഈ മരക്കമ്പി എന്നൊക്കെ മരക്കമ്പുകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ. ഇപ്പം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ കുറേ ബേർഡ്സ് ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ടോയ്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂടിൻ്റെ ഉള്ളിൽ ടോയ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കിടക്കുമ്പോൾ ആദ്യമൊക്കെ കടിച്ച് ചിരിച്ച് ഇവർ കളിച്ച് രസിച്ച് നടന്നോളും. അതുപോലെ തന്നെ ഈ കമ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിലാണ് വെച്ച് കൊടുത്തേക്കണം. ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഒരിക്കലും കമ്പുകൾ വെച്ച് കൊടുക്കരുത്. ഞങ്ങൾ കിഴിക്കൂട് പണിത സമയത്ത് ഫ്രണ്ടിലെ സൺകുണൂറിന് വെച്ച് കൊടുത്തായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിയൊരു അബദ്ധമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ വന്ന് ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ കാഷ്ടം ഈ ഫുഡിലേക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ കമ്പുകൾ വെക്കാൻ പാടില്ല. ഏറ്റവും ബാക്കിലായിട്ട് കമ്പുകൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ വന്ന് ഇരിക്കുള്ളൂ, ഫുഡ് കഴിക്കില്ല. ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഇവിടെയാണ് കണ്ട. അപ്പോൾ ഇവിടെ മാത്രമാണ് ഫുഡിന് വന്നിരിക്കുമ്പോൾ അവരുടെ കാഷ്ടൊക്കെ അടിയിലേക്കേ പോവുള്ളൂ, പാത്രത്തിലേക്ക് വീഴില്ല. അപ്പോൾ കമ്പുകൾ വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും ബാക്കിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കൂടിൻ്റെ ഉള്ളിലുള്ള ഗ്രേ പാരറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടോയ്സൊക്കെ നമ്മുടെ ബേർഡ്സിൻ്റെ ടോയ്സൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ കിട്ടും, ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും. പാരറ്റിൻ്റെ കൂടിൻ്റെ വലുപ്പവും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും ഫുഡ് വയ്ക്കുന്ന ട്രേയും മെഷും എന്നിട്ട് കമ്പിയൊക്കെ ഞാൻ നിങ്ങളോട് വിവരിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ടോയ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നു പോയത്. നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അടിയിലൊരു ഒരു ഒരു പേപ്പർ കവറിൻ്റെ ആകൃതിയിൽ ഒരു സിമ്പിൾ കാണാം. അതിൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ സീഡ് മിക്സും അതുപോലെ തന്നെ ബേർഡ്സിന് വേണ്ട ടോയ്സും ഇതിൻ്റെയൊക്കെ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ഈ കാണുന്ന വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് വരും. അപ്പോൾ ആ ലിങ്കിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേർഡ്സിന് കൊടുക്കാൻ പറ്റുന്ന അനുയോജ്യമായ സീഡ് മിക്സൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ബേർഡ്സിന് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ എഫർട്ട് ഫ്ലൈയിങ് ബേർഡ്സ് കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ പേര് നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചു പോകുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതിലൊന്നാണ് ഈ കാണുന്ന ഫീഡിൽ ബോട്ടിൽ, അതായത് വെള്ളമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഫീഡിൽ ബോട്ടിലാണ് ഈ കാണുന്നത്. സൺകുണൂറ്, പൈനാപ്പിൾ കുണൂറ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എല്ലാ തരത്തിലുള്ള, അതുപോലെ പൈനാപ്പിൾ ലോറിക്കിച്ച് ഇതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന വാട്ടർ ബോട്ടിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ പൊളിച്ച് കാട്ടിത്തരാം ഒരു മിനിറ്റ്. ഇത് പുതിയൊരു ബോട്ടിലാണ്. നമ്മളുടെ ഇവിടുന്ന് നമ്മൾ ബേർഡ്സിനെ കൊണ്ടുപോകുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന, അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. ഈ ബോട്ടിൽ എങ്ങനെ തുറക്കുകയാണെങ്കിൽ ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെ 2 സ്റ്റാൻഡുമേ വെക്കാനുള്ള 2 ക്ലിപ്പുകളുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്നത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിതിൽ വെള്ളം നിറയ്ക്കുക, തിളപ്പിച്ച് കയറ്റിയ വെള്ളമാണ് നമ്മൾ ബേർഡ്സിന് എപ്പോഴും കൊടുക്കാറ്. വെള്ളം തിളപ്പിക്കുക, അത് ആറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലിൽ നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ കൂടിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഇങ്ങനെ നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാട്ടിത്തരാം. ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിപ്പിള് ഉള്ളിലേക്ക് പോകും കണ്ട. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിലായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ നിപ്പിൾ ഇവിടെ ഉണ്ടാവും. ഇതിൽ നിന്ന് അവർ സക്ക് ചെയ്ത് കുടിക്കുമ്പോൾ അവർക്ക് വെള്ളം കിട്ടിക്കോളും.
അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ കുപ്പി ഇരിക്കുക. അത് നമുക്ക് എടുക്കുകയും ചെയ്യാം, ഇതിൽ ഫീഡ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ നിറച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ വെള്ളം കേടാവണനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കുപ്പിയിലെ വെള്ളം മാറ്റേണ്ടത് കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ ബേർഡ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ബോട്ടിലാണ് ഈ കാണുന്നത്. ഇതിന് 230 രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓൺലൈനിൽ വളരെ ചീപ്പായിട്ടൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അത് നല്ല പ്രൊഡക്റ്റ് അല്ല. നമ്മളത് 2-3 വട്ടം യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഇതുണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്ന ബോട്ടിലാണ് നമ്മൾ കുറേ നാളെ വെച്ച് കൊടുത്ത് ഓക്കെ ആയിട്ടുള്ള കുറേ ബോട്ടിൽ നമ്മൾ വാങ്ങിച്ച സമയത്ത് കുറേ ബോട്ടിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറി മാറി അവസാനം ഇപ്പോൾ ഈ ബോട്ടിലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്ലാസ്റ്റിക് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിന് 230 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. 2356016008 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബോട്ടിൽ വേണ്ടത് അത് നമ്മൾ കൊറിയർ വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് തരാനുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ കാണുന്നതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും എന്താണ് സംഭവം എന്ന്. ഇത് നമ്മളുടെ കണവനാക്കെന്ന് പറയും. നമ്മുടെ ബേർഡ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൽസ്യം പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. എഗ് ഫുഡിൽ നമ്മൾ കൂടുതലായിട്ട് കാൽസ്യം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എഗ്ഗിൻ്റെ ഷെല്ലാണ്. മുട്ട പൊട്ടിച്ച് അതിൻ്റെ ഷെല്ല് നന്നായി കഴുകി മിക്സിയിലിട്ട് അടിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ എഗ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതിനേക്കാളും എഗ്ഗിനേക്കാളും ഏറ്റവും നല്ല കാൽസ്യം സപ്ലിമെൻ്റ് ആണ് ഈ കണവനാക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കണവനാക്ക് 1 കിലോ 500 രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഇത് നന്നായി ഇതിപ്പോൾ ഒരു ബേർഡിൻ്റെ കൂട്ടിൽ നിന്ന് ഞാൻ എടുത്തു. ഇതിപ്പോൾ നമ്മൾ ഒരു ബേർഡിൻ്റെ കൂട്ടിൽ നിന്ന് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ള അവർ കറണ്ടിട്ട് പോയിട്ടുള്ള സംഭവങ്ങളാണ്. കുറേ നാളിരിക്കും അവരുടെ കൂടിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ജസ്റ്റ് അവരുടെ കാഷ്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്നുകൂടി ഉണക്കി നമ്മൾ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പെട്ടെന്നൊന്നും തീരില്ല. അപ്പോൾ ഇതും വേണമെങ്കിൽ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറേ ബേർഡ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു ഡീലറായിട്ട് പറഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ അവർ വിളിക്കും. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾക്കിത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒടുക്കത്തെ വിലയായിരിക്കും. അപ്പം നമ്മൾ 1 കിലോന് 500 രൂപയായിട്ട് 1 കിലോ ഒന്നും ബേർഡ്സിന് വേണ്ട. ഒരു 2-3 ബേർഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് പറയുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ആ നമ്പർ അത് താഴെ കാണിക്കുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 2 പ്രോഡക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ബോട്ടിലും അതുപോലെ ഈ കണവനാക്കും വേണ്ടവർ ഉടനെ തന്നെ അറിയിക്കുക. ആ നമ്പറിലായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ പാഴ്സൽ ചെയ്ത് അതായത് കൊറിയർ സർവീസ് വഴി പാഴ്സൽ ചെയ്ത് അയച്ചോളും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്ന സീഡ് മിക്സും ഓൺലൈനിൽ ലഭിക്കുന്ന സീഡ് മിക്സിൻ്റെയും ടോയ്സിൻ്റെയും ബേർഡ്സിനെ പറ്റിയ എല്ലാ ഓൺലൈൻ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് ലിങ്ക് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ താഴെ ഒരു പേപ്പറിൻ്റെ കവറിലുള്ള ഒരു ആകൃതിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഗ്രാപ്പ് പാരറ്റിൻ്റെ കാര്യങ്ങളാണ്. ഇനി സൺകുണൂർ, ലോറിക്കിറ്റ്, അതുപോലെ തന്നെ പൈനാപ്പിൾ കുണൂർ ഇവരുടെയൊക്കെ ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സൺകുണൂറിൻ്റെ കിളിക്കൂട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് പറയാൻ പറ്റില്ല, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ സൺകുണൂറിൻ്റെ ഭാഗത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ സൺകുണൂറിന് കൂട് പണിയുമ്പോൾ നമ്മൾ 4-2-2 അനുപാതത്തിലാണ് കൂട് പണിയേണ്ടത്. അത് 4 അടി നീളം, 2 അടി വീതി, 2 അടി ഉയരം എന്ന അനുപാതത്തിലാണ് നമ്മൾ കൂട് പണിയേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കാറ്റാടി മരത്തിൻ്റെ 2 കമ്പുകൾ ഗ്രാപ്പ് പാരറ്റിൻ്റെ പോലെ തന്നെ വയ്ക്കുക. കുടിക്കാനുള്ള വെള്ളം, ഫുഡ് ഇതൊക്കെ ആ കൂട്ടിൽ ഉൾക്കൊണ്ട് പോവും. പിന്നെ ഗ്രാപ്പ് പാരറ്റിൻ്റെ അത്ര വലിയ വലുപ്പത്തിൽ നമുക്ക് സൺകുണൂറിന് പണിയേണ്ട. കാരണം എന്താ വെച്ചാൽ ഗ്രാപ്പ് പാരറ്റ് ഞങ്ങൾ കുഞ്ഞ് ബേർഡാണ് സൺകുണൂർ. അപ്പോൾ ഓരോ ബേർഡിൻ്റെ വലുപ്പം അനുസരിച്ചാണ് നമ്മൾ ഓരോ ബേർഡിന് കൂട് നിർമ്മിക്കുന്നത്. വളരെയധികം വലുപ്പമായാലും കുഞ്ഞിതായാലും ഇതൊക്കെ ബ്രീഡിങ്ങിന് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ഓരോ ബേർഡിനും കൂട് നിർമ്മിക്കുന്നത്. എന്നാലാണ് ബ്രീഡിങ് പ്രോഗ്രസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ലോറിക്കിറ്റ്, പൈനാപ്പിൾ കൊണൂറിൻ്റെ ഒക്കെ കൂടുകളാണ് ഈ കാണുന്നത്. ഇനി പൈനാപ്പിൾ കൊണൂറിൻ്റെ പറയുകയാണെങ്കിൽ അതായത് ഈ കാണുന്നതൊക്കെ പൈനാപ്പിൾ കൊണൂറാണ് കേട്ടോ. അതെവിടെ ഈ മുകളിൽ കാണുന്നതൊക്കെ പൈനാപ്പിൾ കൊണൂറാണ്. കണ്ട
ഇവരൊക്കെ പൈനാപ്പിൾ കൊണൂറുകളാണ് കേട്ടോ. ഇവർക്കാണെങ്കിൽ 2-2 എന്ന നിലയിലാണ്, അതായത് 2 അടി വീതി, 2 അടി ഉയരം, 2 അടി നീളം അനുപാതത്തിലാണ് നമ്മൾ പൈനാപ്പിൾ കൊണൂറിന് വെച്ചിട്ടുള്ളത്. ആഫ്രിക്കൻ ലവ്ബേർഡ് ആണെങ്കിൽ 2-2-2 എന്ന അനുപാതത്തിലാണ്, അതായത് 2 അടി നീളം, 2 അടി ഉയരം, 2 അടി വീതി എന്ന അനുപാതത്തിലാണ് നമ്മൾ കൂടുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ ലോറിക്കിറ്റ്. പിന്നെ കുറേ എണ്ണം ബ്രീഡിംഗ് ബോക്സിൻ്റെ ഉള്ളിലാണ്. ലോറിക്കിറ്റിനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 4-2-2 എന്ന അനുപാതത്തിലാണ് നമ്മൾ കൂടുണ്ടാക്കി കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഇവിടെ ഒരു സ്റ്റാൻഡ് നമ്മളിങ്ങനെ കമ്പിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആ കുപ്പി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പിയാണത്. അപ്പോൾ നമുക്ക് ഈ മെഷീമ വെക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കമ്പി പണിത് കൊടുക്കുകയാണെങ്കിൽ ആ കുപ്പി വെക്കാൻ ഇത്തിരി കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇതാണ് ലോറിക്കിറ്റിൻ്റെ കൂട്. ഗ്രാപ്പ് പാരറ്റിൻ്റെ സൺകുണൂറ്, പൈനാപ്പിൾ കുണൂറ്, ആഫ്രിക്കൻ ലവ്ബേർഡ്, ലോറിക്കിറ്റ് ഇതിൻ്റെ ഒക്കെ കൂടിൻ്റെ വലുപ്പവും മെഷും കമ്പിയും എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവരെ വീണ്ടും ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ സ്ലാങ് ഇത്തിരി സ്പീഡാണ്. അതുകൊണ്ട് നമ്മുടെ ഈ തൃശ്ശൂരല്ലാത്തവർക്ക് എൻ്റെ സ്ലാങ് ഇത്തിരി മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് ബ്രീഡിംഗ് ബോക്സിൻ്റെ ഇതാണ്. എൽ ഷേപ്പ് ആയിട്ടുള്ള ബ്രീഡിംഗ് ബോക്സുകളുണ്ട്, സാധാ ചതുരാകൃതിയിലുള്ള ബ്രീഡിംഗ് ബോക്സുകളുണ്ട്. ഇതിനെ പറ്റിയിട്ട് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൻ്റെ വലിപ്പവും അതെവിടുന്ന് കിട്ടും എന്നൊക്കെയുള്ള ഡീറ്റെയിൽ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഈ വീഡിയോയിൽ അത് ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ വളരെയധികം ലെങ്ത്ത് കൂടും. അത് അടുത്തൊരു വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ കൂടിൻ്റെ കാര്യത്തിൽ ഒരാൾ വിട്ടുപോയി. അത് നമ്മുടെ മക്കാവാണ്. മക്കാവിൻ്റെ കൂട് നമ്മുടെ വീട്ടിലില്ല. നമ്മളെ 2-3 ബേർഡ് മക്കാവ് കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നല്ല ഓളിയിലാണ് കേട്ടോ. മക്കാവിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അവർക്ക് ഒരു ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ കൂടുണ്ടാക്കി കൊടുത്തിട്ടില്ല. 10-6 അനുപാതത്തിലാണ് നമ്മുടെ മക്കാവിന് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് കൂട് നിർമ്മിച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവരുടെ ബ്രീഡിംഗ് ബോക്സ് നമ്മൾ സാധാ ഷേപ്പ് ബ്രീഡിംഗ് ബോക്സ് അങ്ങനെയൊന്നുമല്ല. ഒരു വലിയൊരു എന്താ പറയുക ഉരുളി പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു ചെമ്പ് പോലെ പണിത് കൊടുക്കണം അവർക്ക് ബ്രീഡിംഗ് ബോക്സ്. അതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കാവിൻ്റെ ബ്രീഡിംഗ് ബോക്സ് കേട്ടോ. അപ്പം മക്കാവിന് അങ്ങനെ ഒരു കൂട് പണിത് കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ മക്കാവിനെ പറ്റി അധികം പറയുന്നില്ല. ഇനി നമ്മുടെ വഴിയെ നമ്മുടെ കിളി വീട്ടിലെ മക്കാവിൻ്റെ ഒരു കൂടുണ്ടാവട്ടെ, അതുപോലെ അവർക്ക് വേണ്ടിയുള്ള ബ്രീഡിംഗ് ബോക്സ് ഒക്കെ വെച്ച് സെറ്റാക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ കേജ് സൈസ്. അപ്പോൾ ഇപ്പോൾ കുറേ അടിയായിട്ട് നമുക്ക് വരുന്ന നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ. പക്ഷെ കുറേ അടിയായി നമുക്ക് കമൻറ്റ് ബോക്സിൽ കേജുകളെ പറ്റിയിട്ട് വളരെയധികം ഡീറ്റെയിൽ ചോദിച്ച ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബേർഡ്സിൻ്റെ എല്ലാവിധ കേജുകളെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റുകൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ ബേർഡ്സിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനോ അതുപോലെ ബേർഡ്സിൻ്റെ ലക്കി ഡ്രോയിലൊക്കെ പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ളവർ 80-59-90-16-08 നമ്പറിലേക്കാണ് നമ്മൾ വിളിക്കേണ്ടത്. പിന്നെ ബേർഡ്സിനെ കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്നവർ ആ നമ്പറിലേക്ക്. പ്രൊഡക്റ്റുകളെ പറ്റി അറിയാനുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞ 73-56-01-16-08 നമ്പറിലേക്കാണ് പ്രൊഡക്റ്റുകൾ വേണ്ടവർ അയക്കേണ്ടത് കേട്ടോ. മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പറാണ്. മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും വീഡിയോനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബേർഡ്സിനെ പറ്റിയിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനോ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാണ്ട് പോകരുത്, ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും